കഠിനമായ തണുപ്പുള്ള മഞ്ഞുമൂടിയ ബെയ്ജിങ്ങിന്റെ ഹൃദയഭാഗത്ത് പിടിവാശിക്കാരിയായ ഒരു വൃദ്ധയും ഏകാന്തത അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരിയും ഒരു ചെറിയ വീട്ടിൽ ഒന്നിച്ചു കഴിയുകയാണ്. ചെറിയ കാര്യങ്ങൾക്ക് അവർ വഴക്കിടുന്നു, പരസ്പരം കറ്റിനിർത്തുന്നു, തങ്ങൾക്ക് പരസ്പരം യാതൊരു ശ്രദ്ധയുമില്ലെന്ന് നടിക്കുന്നു. എന്നാൽ ആ നിമിഷങ്ങൾക്കിടയിലെ ശാന്തമായ ഇടവേളകളിൽ എന്തോ ഒന്ന് അവരുടെ ഉള്ളിൽ മാറാൻ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം, സിനിമാ കഥയിലേക്ക് സ്വാഗതം. രണ്ട് ഏകാന്തത നിറഞ്ഞ ജീവിതങ്ങൾ കണ്ടുമുട്ടുകയും നിശബ്ദമായി പരസ്പരം എന്നേക്കുമായി അവരവരെ തന്നെ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന യു ആൻഡ് മീ എന്ന ഹൃദയസ്പർശിയായ ചൈനീസ് സിനിമയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് മായ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പഠിക്കാനും ജീവിക്കാനും സാവധാനം സ്വന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുമുള്ള നിശബ്ദമായ പ്രതീക്ഷയോടെ അവൾ ബെയ്ജിംഗിൽ എത്തിച്ചേർന്നു. പെട്ടെന്ന് തകർന്നു പോകുന്ന എന്തോ ഒന്ന് കൈകളിൽ സൂക്ഷിക്കുന്ന പോലെ തന്റെ സ്വപ്നങ്ങളെ കരുതലോടെ ചേർത്തുവെച്ച് ഒരു പാർട്ട് ടൈം ജോലിയോടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനാണ് അവൾ പദ്ധതിയിട്ടത്. എന്നാൽ ആ നഗരം അത്ര ദയുള്ളതായിരുന്നില്ല. വന്നെത്തിയ ശേഷം താമസിക്കാൻ ഒരിടം തേടി അവൾ വീടാന്തരം കയറിയിറങ്ങി. അത് അവളുടെ കോളേജിനടുത്തായിരിക്കണം, ഒപ്പം വാടക കുറഞ്ഞതുമായിരിക്കണം. അവൾക്കതേ താങ്ങാൻ കഴിയൂ. ചെറുതോ പഴയതോ ഒരുപക്ഷെ തകർന്നു വീഴാൻ നിൽക്കുന്നതാണെങ്കിലും അവൾക്ക് പരാതിയില്ല. അവൾക്ക് താമസിക്കാൻ കഴിഞ്ഞാൽ മതി. നീണ്ട തിരച്ചിലിനൊടുവിൽ അവളൊരു വീട് കണ്ടെത്തി. പഴകിയ, ജീർണിച്ച, ഏതാണ്ട് വിസ്മരിക്കപ്പെട്ട ഒരു വീട്. അവിടെ ഒരു മുറി മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ. ഒറ്റനോട്ടത്തിൽ അത് മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ ഒരിടമായി പോലും തോന്നില്ല. മുറി ചെറുതും അഴുക്കുപിടിച്ചതും താമസയോഗ്യമല്ലാത്തതുമായിരുന്നു. എന്നാൽ മായ മടിച്ചില്ല. അവൾ തിരഞ്ഞെടുത്തത് ആ മുറിയായിരുന്നില്ല, മറ്റിടങ്ങളെക്കാൾ വളരെ കുറഞ്ഞ അതിന്റെ വാടകയായിരുന്നു. അങ്ങനെ അവൾ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ആ വീടിന്റെ ഉടമ ഒരു വൃദ്ധയാണ്, ഒരു മുത്തശ്ശി. മായ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് മുറിയെക്കുറിച്ച് ചോദിച്ചു. പ്രതിമാസം 200 യെന്നാണ് വാടകയെന്ന് ആ മുത്തശ്ശി പറഞ്ഞു. അപ്പോഴും വാടക അല്പം കുറയ്ക്കാമോ എന്നവൾ ശാന്തമായി ചോദിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി ആ നിലപാടിൽ ഉറച്ചു നിന്നു. ആ പ്രദേശത്തെങ്ങും ഇതിലും കുറഞ്ഞ നിരക്കിൽ ഒരിടവും കിട്ടില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. സ്വരം ലളിതമാക്കാതെ തന്നെ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നോക്കിക്കോളൂ എന്നും മുത്തശ്ശി പറഞ്ഞു. തർക്കിക്കാൻ ശക്തിയില്ലാത്തതിനാൽ മായ അത് സമ്മതിച്ചു. വേറെ എവിടെ നോക്കിയാലും ആ തുകയ്ക്കൊരു വാടക മുറി കിട്ടില്ല എന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്ങനെയോ പണം ഒപ്പിച്ചുണ്ടാക്കി അവൾ ഒരു മാസത്തെ വാടക അഡ്വാൻസായി നൽകി. അടുത്ത ദിവസം മായ വൃത്തിയാക്കൽ ആരംഭിച്ചു. മുറ്റത്തിന് നടുവിലിരിക്കുന്ന ഒരു ചെറിയ മുറി ഒരു ശവകുടീരം പോലെയാണ് തോന്നിച്ചിരുന്നത്. നിശബ്ദവും അടച്ചു പൂട്ടിയതും കാലത്താൽ വിസ്മരിക്കപ്പെട്ടതും. എന്നാൽ മായയ്ക്കത് പ്രിയപ്പെട്ട എന്തോ ഒന്നായി, ഒരു പുതിയ തുടക്കമായി തോന്നി. അവൾ മുറിക്കുള്ളിലെ എല്ലാം, അതായത് ജനലുകളും മറ്റും വൃത്തിയാക്കി. പുറത്തെ മുറ്റം പോലും വൃത്തിയാക്കി. സാവധാനം പൊടികൾ മാറി അവിടെ വെളിച്ചം കടന്നു വന്നു. മുത്തശ്ശിയുടെ ഏക കൂട്ടുകാരൻ ഒരു അയൽക്കാരനാണ്, കൂടെ സന്ദർശിക്കുന്ന ഒരു പഴയ സുഹൃത്ത്. അവൻ മുറ്റം ഇതുവരെ ഇത്രയും വൃത്തിയായി കണ്ടിട്ടില്ല. മായ ആ ഇടത്തിലൂടെ നിശബ്ദമായി നീങ്ങുന്നത് അദ്ദേഹം നോക്കി നിന്നു. അദ്ദേഹം പുഞ്ചിരിച്ചു. അതിൽ എന്തോ ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ മായയുടെ ദിനചര്യങ്ങൾ ആരംഭിച്ചു. ഒരു രാവിലത്തെ ഉറക്കമുണർന്ന് അവൾ ടാപ്പ് തുറക്കുമ്പോ വെള്ളം വരുന്നില്ല. പൈപ്പ് തുരമ്പെടുത്തിരിക്കുകയാണ്. അതിലേക്ക് ചൂടുവെള്ളമൊഴിക്കാൻ മുത്തശ്ശി അവളോട് പറഞ്ഞു. എങ്ങനെയോ അത് ഫലിച്ചു. വെള്ളം വീണ്ടും തുള്ളികളായി ഒഴുകാൻ തുടങ്ങി. പിന്നീട് മായ തന്റെ മുറിയിലെ ഗ്യാസ് പൈപ്പ് ശ്രദ്ധിച്ചു. അത് വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഉപയോഗിക്കാൻ കഴിയില്ല. അതിനാൽ മുത്തശ്ശിയുടെ അടുക്കള ഉപയോഗിച്ചോട്ടെ എന്നവൾ മുത്തശ്ശിയോട് മാന്യമായി ചോദിച്ചു. എന്നാൽ മുത്തശ്ശി അത് നിരസിച്ചു. അവരിൽ ഒരു പ്രത്യേക പിടിവാശിയുണ്ടായിരുന്നു. വഴങ്ങാത്ത എന്തോ തരം ഒന്ന്. വേറെ വഴിയില്ലാത്തതിനാൽ മായ ഒരു ചെറിയ ഇൻഡക്ഷൻ കുക്കർ വാങ്ങി. എന്നാൽ അതും ഒരു പ്രശ്നമായി മാറി. ഗ്യാസിനേക്കാൾ വൈദ്യുതി ചെലവ് കൂടുതലാണെന്ന് മുത്തശ്ശി അവളോട് പറഞ്ഞു. അവൾക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു നിമിഷം മായ നിശബ്ദയായി നിന്നു. അവസാനം അവൾക്ക് ഭക്ഷണം കഴിച്ചേ തീരൂ എന്നതിനാൽ അവൾ ലളിതമായ ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ പകുതി മാത്രം വെന്തവ, ജീവൻ നിലനിർത്താൻ മാത്രം പോന്നവ, കുറച്ച് പണം ലാഭിക്കാൻ മാത്രം പോന്നവ. അകലെ നിന്ന് മുത്തശ്ശി ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ചെറിയ അദൃശ്യമായ എന്തോ ഒന്ന് ജയിച്ചതുപോലെ ഒരു വിചിത്രമായ സംതൃപ്തി അവരുടെ കണ്ണുകളിലുണ്ടായിരുന്നു. എന്നാൽ മായയുടെ ബുദ്ധിമുട്ടുകൾ അവിടെ തീരുന്നില്ല. ഒരു ദിവസം മുത്തശ്ശിയുടെ മുറിയിലെ ടെലിഫോൺ ഉപയോഗിക്കാൻ അവൾ അനുവാദം ചോദിച്ചു. യാതൊരു മടിയുമില്ലാതെ മുത്തശ്ശി മറുപടി നൽകി. ഫോൺ വിളിക്കുകയാണെങ്കിൽ അവൾ വേറെ പണം നൽകണം, താൻ പണം നൽകാം എന്നുമായ തലയാട്ടി പറഞ്ഞു. തുടർന്ന് തന്റെ മുറിയിലേക്കൊരു ടെലിഫോൺ ലൈൻ ബന്ധിപ്പിക്കാമോ എന്നവൾ മൃദുവായി ചോദിച്ചു. താൻ ബില്ലിന്റെ പകുതി തരാം എന്ന് നിർദ്ദേശിച്ചു. എന്നാൽ മുത്തശ്ശി
വഴങ്ങുന്നില്ല. ഒരു ലൈൻ ഉണ്ടെങ്കിൽ മുഴുവൻ തുകയും മായ തന്നെ നൽകണമെന്നായിരുന്നു അവർ പറഞ്ഞത്. മായ ആശയക്കുഴപ്പത്തോടെ അവരെ നോക്കി. നമ്മൾ രണ്ടുപേരും ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം എന്തിനാ പണം നൽകുന്നത്? മായ ചോദിച്ചു. മുത്തശ്ശി ശാന്തമായി മറുപടി നൽകി. എനിക്ക് വിളിക്കാൻ ആരുമില്ല, മാത്രമല്ല ഫോൺ കണക്ഷനുള്ള എന്റെ ആവശ്യവുമില്ല. ഇനി എപ്പോഴെങ്കിലും വിളിക്കുവാണെങ്കിൽ മകളെ മാത്രമേ വിളിക്കൂ. നീണ്ട നിശബ്ദമായ തർക്കത്തിനൊടുവിൽ ഒരു തീരുമാനമെടുക്കപ്പെട്ടു. മായയുടെ മുറിയിലേക്ക് ഒരു ടെലിഫോൺ എക്സ്റ്റൻഷൻ സജ്ജീകരിക്കും എല്ലാ മാസവും. പക്ഷേ മായ തന്നെ മുഴുവൻ ബില്ലും ഒറ്റയ്ക്കടയ്ക്കണം. മുത്തശ്ശിയുടെ ഈ പിടിവാശി കാരണം മായയും മുത്തശ്ശിയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും സുഗമമായിരുന്നില്ല. ഒരു ദിവസം ഫ്രിഡ്ജ് ഉപയോഗിച്ചോട്ടെ എന്നും മായ ചോദിച്ചു. മടിയൊന്നും കൂടാതെ പാട്ടി മറുപടി നൽകി. ഉപയോഗിക്കുവാണെങ്കിൽ വൈദ്യുതിയുടെ പണം കൂടുതൽ നൽകണം, അല്ലെങ്കിൽ അവർക്ക് പാകം ചെയ്യാൻ അവർക്കിഷ്ടമുള്ള മീൻ കൊണ്ടുകൊടുക്കണം. മായയൊന്നും പറഞ്ഞില്ല. നിശബ്ദയായി അവൾ തന്റെ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് നടന്നുപോയി. മായയുടെ മുറിയുടെ സീലിംഗ് വളരെ പഴയതായിരുന്നു. ഇതുമൂലം മുറിയിലേക്ക് തണുത്ത കാറ്റ് കയറിയിരുന്നു. തൽഫലമായി മായ രാത്രി മുഴുവൻ തണുപ്പിൽ വിറച്ചു കിടക്കുന്നുണ്ട്. താമസിയാതെ അവൾക്ക് സുഖമില്ലാതായി. അടുത്ത ദിവസം രാവിലെ അവരെ സന്തോഷിപ്പിക്കാനും കാര്യങ്ങൾ അല്പം ലളിതമാക്കാനും ആഗ്രഹിച്ച് അവൾ മീനുമായി മുത്തശ്ശിയുടെ അടുക്കലേക്ക് വന്നു. തുടർന്ന് തകർന്നുപോയ മേൽക്കൂരയിലൂടെ തണുത്ത കാറ്റ് കയറുന്ന പ്രശ്നം അവൾ ശാന്തമായി വിശദീകരിച്ചു. മുത്തശ്ശി അത് കേട്ട് തണുപ്പുകാലം ഉടൻ അവസാനിക്കും എന്നായിരുന്നു മറുപടി പറഞ്ഞത്. ഒരു മാസം കൂടി മാത്രം, അതിനുശേഷം നിനക്ക് ഈ തണുപ്പിൽ കഷ്ടപ്പെടേണ്ടി വരില്ല. നീ വേനൽക്കാല വസ്ത്രങ്ങൾ ധരിച്ച് രാത്രി എളുപ്പത്തിലങ്ങ് തള്ളി നീക്ക്. കൂട്ടത്തിൽ റൂം ഹീറ്റർ കൊണ്ടുവരരുതെന്നും മുത്തശ്ശി അവൾക്ക് മുന്നറിയിപ്പ് നൽകി. മുറി വളരെ ചെറുതാണ്, ഒരുപക്ഷെ അതൊരു അപകടത്തിന് കാരണമായേക്കാം എന്നാണ് മുത്തശ്ശി പറയുന്നത്. തീപിടുത്തമുണ്ടായാൽ താനൊരു വൃത്തിയാണെന്നും തനിക്ക് അവളെ രക്ഷിക്കാൻ കഴിയില്ല എന്നും മുത്തശ്ശി കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. അടുത്ത ശൈത്യകാലമാകുമ്പോഴേക്കും നിനക്കിതിനേക്കാൾ നല്ല ചൂടുള്ള മറ്റെവിടേക്കെങ്കിലും മാറാൻ ആവശ്യത്തിന് പണം കൈവശം വരും എന്നും മുത്തശ്ശി പറഞ്ഞു വെച്ചു. എന്നാൽ മായയ്ക്ക് ഈ തണുത്തുറഞ്ഞ രാത്രി അതിജീവിക്കാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. അതിനാൽ മുത്തശ്ശിയോട് പറയാതെ അവൾ രഹസ്യമായി മുറിയിലേക്കൊരു റൂം ഹീറ്റർ കൊണ്ടുവന്നു. ഒരു നിമിഷത്തേക്ക് അവൾ ആ പ്രശ്നം പരിഹരിച്ചതുപോലെ തോന്നി. എന്നാൽ മറ്റൊന്ന് പ്രത്യക്ഷപ്പെട്ടു. ഒരു ദിവസം മുത്തശ്ശി പെട്ടെന്ന് മായയുടെ മുറിയിലെ ടെലിഫോൺ എക്സ്റ്റൻഷൻ ലൈൻ വിച്ഛേദിച്ചു. രാത്രിയിൽ മായയുടെ കൂട്ടുകാരിൽ നിന്ന് ഒത്തിരി ഫോൺ കോളുകൾ വരുന്നത് തന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു എന്നായിരുന്നു അവർ പറഞ്ഞത്. അതുകൊണ്ട് ലൈൻ മാറ്റിയെന്നും മുത്തശ്ശി കൂട്ടിച്ചേർത്തു. ഈ സമയം മായയ്ക്ക് നിശബ്ദമായിരിക്കാൻ കഴിഞ്ഞില്ല. മുഴുവൻ ഫോൺ ബില്ലും അടയ്ക്കുന്നത് താനാണ് എന്നവൾ പറഞ്ഞു. പിന്നെന്തിനാണ് ലൈൻ കട്ട് ചെയ്തത്? അവൾ ബില്ല് വരെ പരിശോധിച്ചു. മുത്തശ്ശിയുടെ കോളുകളാണ് അവളുടേതിനേക്കാൾ കൂടുതലുള്ളത്. അവൾ പ്രതിമാസം 30 yen കൂടുതൽ അതിന് നൽകുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി ഉറച്ചു നിന്നു. ബില്ല് കൊടുക്കാമെന്ന് നീ സമ്മതിച്ചതല്ലേ, ഞാൻ നിന്നെ നിർബന്ധിച്ചിട്ടൊന്നുമല്ലല്ലോ എന്നായിരുന്നു മുത്തശ്ശി പറഞ്ഞത്. മായയുടെ നിരാശ ഉയർന്നു. മുത്തശ്ശി വളരെ പ്രയാസമുള്ള പിടിവാശിക്കാരിയായ ഒരു സ്ത്രീയാണ് എന്നവൾ പറഞ്ഞു. അതുകൊണ്ടാണ് അവരുടെ അടുത്ത് ആരുമില്ലാത്തത്. കുട്ടികളോ പേരക്കുട്ടികളോ പരിചരിക്കാൻ പോലും ആരുമില്ലാത്തത്. ദേഷ്യത്തിലായിരുന്നു മായ. മുത്തശ്ശിക്ക് ആ വാക്കുകൾ കഠിനമായി കൊണ്ടു. അവർക്ക് ദേഷ്യം വന്നു. തർക്കം രൂക്ഷമായി. അതിനിടയിൽ അവരുടെ ശരീരം പെട്ടെന്ന് തളർന്നു. അസ്വസ്ഥത തോന്നി. അവർ മരുന്ന് കഴിക്കാൻ വേഗത്തിൽ അകത്തേക്ക് പോയി. എന്നാൽ അത് കണ്ട് മായ അവർക്ക് പിന്നാലെയോടി. അവൾ വെള്ളവും മരുന്നും കൊണ്ടുവന്ന് അത് കഴിക്കാൻ സഹായിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് മുത്തശ്ശി സാവധാനം സുഖം പ്രാപിച്ചു. എന്നാൽ അവരുടെ ദേഷ്യം നിലനിന്നു. ഉടൻ തന്നെ വീട് വിട്ടിറങ്ങാൻ അവർ മായയോട് ആവശ്യപ്പെട്ടു. മായയും ദേഷ്യത്തിൽ മറുപടി നൽകി. ശരി, ഞാൻ പൊക്കോളാം, ഞാൻ വളരെ വേഗം പോയിക്കോളാം. അവൾ തന്റെ സൈക്കിളും എടുത്ത് താമസിക്കാൻ ഒരു പുതിയ സ്ഥലം തേടി ഇറങ്ങി. തിടുക്കത്തിൽ പോയപ്പോ റൂം ഹീറ്റർ ഓഫ് ചെയ്യാൻ അവൾ മറന്നിരുന്നു. വാതിൽ ശരിയായി അടയ്ക്കാൻ പോലും അവൾ മറന്നു. അതുമൂലം പഴയ ഇലക്ട്രിക്കൽ വയറിംഗ് ഓവർലോഡ് ആകാൻ തുടങ്ങി. പാർക്കുകൾ ഉണ്ടായി. സിസ്റ്റത്തിന് ആ സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല. ഫ്യൂസ് പൊട്ടിപ്പോയി. മുത്തശ്ശി ഇതേക്കുറിച്ച് അറിയുമ്പോ അവർ പ്രകോപിതയായി. മായ തിരിച്ചെത്തുമ്പോഴേക്കും മുത്തശ്ശി അവളെ കാത്തുനിന്ന് ബഹളം വെക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്നിവിടെ താമസിക്കാൻ അനുവദിച്ചത് സ്വന്തം വീട്ടിലേക്ക് ആപത്തിനെ ക്ഷണിച്ചു വരുത്തിയതുപോലെയാണ്. നീ കാരണം ഇന്ന് വീട് മുഴുവൻ തീ പിടിച്ചേനെ. എന്നോട് പറയാതെ എന്തിനാ നീ രഹസ്യമായി റൂം ഹീറ്റർ സ്ഥാപിച്ചത്? തന്നെയുമല്ല, നിന്നോട് തർക്കിച്ച ശേഷം എന്റെ ആരോഗ്യം പോലും വഷളായി. സഹായത്തിനായി എനിക്ക് പോലീസിനെ വരെ വിളിക്കേണ്ടി വന്നതറിയാമോ? തെറ്റ് മുഴുവൻ നിന്റേതാണ്. അതുകൊണ്ടാ പോലീസ് നിനക്കിപ്പോ പിഴ ചുമത്തിയതും. ഞാൻ പിഴ അടച്ചു കഴിഞ്ഞു. എങ്കിലും നീ പോലീസ് സ്റ്റേഷനിൽ പോയി പേപ്പറിൽ ഒപ്പിടണം. നിന്റെ വാടകയിൽ നിന്ന് ഞാൻ ഈ പിഴ കുറയ്ക്കുകയും ചെയ്യും. എത്രയും വേഗം നീ വേറെ സ്ഥലം കണ്ടുപിടിച്ചോണം. ഞാൻ നിനക്ക് പരമാവധി ഒരാഴ്ചയെ സമയം തരൂ. പാവം മായയ്ക്ക് ആ കൊടുന്തണുപ്പിൽ ഇനിയൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവളെങ്ങനെ അതിജീവിക്കും? കണ്ണുനീർ അടക്കിപ്പിടിച്ച് അവൾ രേഖകളിൽ ഒപ്പിടാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പുറത്തു വന്ന ശേഷം അവൾ വീണ്ടും വീടിനായി തിരച്ചിൽ ആരംഭിച്ചു. ഒരിക്കൽ കൂടി സ്വന്തമെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരിടം കണ്ടെത്താൻ ശ്രമിച്ചു.
അതിനിടയിൽ മുത്തശ്ശിയുടെ വീട്ടിൽ മറ്റൊരു സംഭവം നടന്നു. ഒരു പുതിയ ദമ്പതികൾ മുറി കാണാനായി വന്നു. മായ താമസിക്കുന്ന സ്ഥലം അവർക്കിഷ്ടപ്പെട്ടു. കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നതായി തോന്നി. അവർ താമസിക്കാൻ വേഗത്തിൽ സമ്മതിച്ചു. ഉടൻ തന്നെ മാറുമെന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോയി. മായ തിരിച്ചെത്തുമ്പോൾ അവരെ കാണുകയും പുതിയ വാടകക്കാരെ മുത്തശ്ശി ഏർപ്പാടാക്കുകയാണ് എന്നും മനസ്സിലാക്കുകയും ചെയ്തു. നിരാശയുടെ ഒരു അലയടി അവളിൽ ഉയർന്നു. അവൾ ഇതിനകം ഒരു മാസത്തെ വാടക മുൻകൂറായി നൽകിയിരുന്നു. എന്നിട്ടും വളരെയധികം നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. സ്വന്തം മുറിയിൽ പോലും അവൾക്ക് സമാധാനം തോന്നിയിരുന്നില്ല. അങ്ങനെ ചൈനീസ് നവവത്സരം അടുത്തെത്തിയിരിക്കുന്നു. ബന്ധുക്കളോട് സംസാരിച്ച് പരിചയമുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ ടെലിഫോൺ ലൈൻ ഇപ്പോഴും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഒത്തിരി കോളുകൾ തന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു. മായ എന്ന് മറുപടി പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം എന്നെ അറിയിച്ചാൽ പോരെ? എന്നോട് പറയാതെ എന്തിനാ നിങ്ങൾ ലൈൻ കട്ട് ചെയ്തത്? അതിന്റെ പേരിൽ അവർ തർക്കിക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ വീട്ടിലെത്തിയിരുന്നു. അവൻ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ്. അവന്റെ പേര് ലിയോ എന്നായിരുന്നു. പിന്നീട് മായ കോളേജിൽ നിന്ന് തിരിച്ചെത്തുമ്പോ മുത്തശ്ശി മുറ്റത്ത് തനിക്കായി കാത്തിരിക്കുന്നത് അവൾ കണ്ടു. മറ്റൊരു സ്ഥലം കിട്ടിയോ എന്ന് മുത്തശ്ശി ചോദിച്ചു. അല്പം അസ്വസ്ഥതയോടെ മായ ഉവ്വെന്ന് മറുപടി നൽകി. എന്നാൽ അവൾക്ക് അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനാൽ നാളെ അവൾ വീണ്ടും വേറെ എവിടെയെങ്കിലും നോക്കും. അവളുടെ ഉറച്ച സ്വരം കേട്ട് മുത്തശ്ശിയുടെ ഭാവത്തിൽ എന്തോ മാറ്റം വരുന്നു. അതവരുടെ സ്വന്തം ചെറുപ്പകാലത്തെ ഓർമ്മിപ്പിച്ചിരിക്കണം. മായെപ്പോലെ അവരും ഒരു കാലത്ത് നിശ്ചയദാർഢ്യമുള്ളവളായിരുന്നു. പിന്നീട് മുത്തശ്ശി അവളോട് പറഞ്ഞു, നവവത്സര വേളയിൽ മായയുമായി തർക്കിക്കരുതെന്ന് പേരക്കുട്ടി ലിയോ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാത്രിയിലെ കോളുകൾ ഇനി ഉറക്കത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ അവൻ ടെലിഫോൺ ലൈൻ നന്നാക്കുകയും പ്രത്യേക സ്വിച്ച് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി രാത്രിയിലെ അടിയന്തര കോളുകൾ പോലും മുത്തശ്ശിയിലേക്ക് എത്തില്ല. മായ സാധാരണ പോലെ മറുപടി നൽകി. രാത്രിയിൽ നിങ്ങളെ ആര് വിളിക്കാനാ? ഇനി ആരെങ്കിലും വിളിച്ചാൽ ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ ആ കോൾ എടുത്ത് നിങ്ങൾക്ക് തരാം. തൊട്ടടുത്ത നിമിഷം ഫ്രിഡ്ജിൽ നിന്ന് മായയുടെ ഭക്ഷണം കഴിച്ച് ഒന്നും അറിയാത്ത ഭാവത്തിൽ ലിയോ പുറത്തേക്ക് വന്നു. മായ അസ്വസ്ഥതയോടെ മുത്തശ്ശിയെ തുറച്ചു നോക്കി. സ്വന്തം മുറിയിലേക്ക് നടന്നു. താൻ പേരക്കുട്ടിയെക്കുറിച്ച് എന്തോ ചിന്തിക്കുന്ന പോലെ മുത്തശ്ശിയുള്ളിൽ പതുക്കെ പുഞ്ചിരിച്ചു. അടുത്ത ദിവസം രാവിലെ മുത്തശ്ശി വീണ്ടും മായയെ കളിയാക്കാൻ തുടങ്ങി. നിനക്കെന്റെ പേരക്കുട്ടിയെ ഇഷ്ടപ്പെട്ടോടി എന്നവർ ചോദിച്ചു. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മായ ഉടൻ തന്നെ പറഞ്ഞു. എങ്കിലും അവൻ എന്താ ചെയ്യുന്നത് എന്നവൾ ചോദിച്ചു. അവൻ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം പൂർത്തിയാക്കിയതേയുള്ളൂ എന്ന് മുത്തശ്ശി അഭിമാനത്തോടെ മറുപടി നൽകി. മായ നെടുവീർപ്പോടെ പറഞ്ഞു, ഞാൻ വിചാരിച്ചതും അതുതന്നെയാ. കാര്യമായ ജോലികളൊന്നും ചെയ്യുന്ന ആളായി അവനെ കണ്ടപ്പോ തോന്നിയില്ല. സത്യം പറഞ്ഞ ആ ടൈപ്പ് ചെറുപ്പക്കാർ എന്റെ ടൈപ്പേ അല്ല. മുത്തശ്ശി വീണ്ടും ചോദിച്ചു, പിന്നെ ഏതുതരം ആൺകുട്ടികളെയാ നിനക്കിഷ്ടം? തുടർന്ന് അഭിമാനത്തോടെ അവർ വീണ്ടും പേരക്കുട്ടിയെ പുകഴ്ത്താൻ തുടങ്ങി. പകുതി ദേഷ്യത്തിലും പകുതി തമാശയിലുമായി മായ ഒടുവിൽ പറഞ്ഞു, നിങ്ങൾക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തന്നെ അവനെ അങ്ങ് കെട്ടിക്കോന്നേ. ആ നിമിഷം വല്ലാതൊരു നിശബ്ദത പടർന്നു. മുത്തശ്ശി മറുപടിയൊന്നും നൽകിയില്ല. ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ചെറിയ തർക്കങ്ങളും ചെറിയ മൗനങ്ങളും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മുത്തശ്ശി പലപ്പോഴും മുറ്റത്തിരുന്ന് വെയിൽ കായുകയും മായയുടെ കൊച്ചു കൊച്ചു ശീലങ്ങൾ നിശബ്ദമായി നിരീക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ മായയുടെ സഹോദരൻ സന്ദർശിക്കാൻ വരാറുണ്ട്. അവരുടെ കുസൃതി നിറഞ്ഞ തർക്കങ്ങൾ കാണുന്നത് മുത്തശ്ശി ആസ്വദിച്ചിരുന്നു. സാവധാനം മായയെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നത് മുത്തശ്ശിയുടെ പ്രിയപ്പെട്ട കൊച്ചു ദിനചര്യകളിൽ ഒന്നായി മാറി. ഇരുവർക്കും അറിയാതെ തന്നെ ഒരു കാലത്ത് തണുപ്പും മകൾച്ചയും അനുഭവിപ്പിച്ചിരുന്ന ആ വീട് ഒരു വീടായി അനുഭവപ്പെടാൻ തുടങ്ങി. ചൈനീസ് പുതുവത്സരം പതുക്കെ അടുത്തു വന്നപ്പോ മായ വീടിന്റെ മുറ്റം മുഴുവൻ അലങ്കരിച്ചു. വർണ്ണങ്ങളും വെളിച്ചവും കൊച്ചു കൊച്ചാഘോഷ സ്പർശങ്ങളും കൊണ്ട് അവളായിടത്തെ ഊഷ്മളതയാൽ നിറച്ചു. അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ് ദേഷ്യം നിറഞ്ഞ കണ്ണുകളോടെ മായ മുത്തശ്ശിയുടെ മുറിയിലേക്ക് കടന്നു വന്നു. അവളുടെ കയ്യിൽ ഒരു ടെലിഫോൺ ബില്ലുണ്ട്. അത് മുമ്പത്തേക്കാൾ വളരെ കൂടുതലാണ്. അറിയാത്തൊരു നമ്പറിലേക്ക് വിളിച്ച ദീർഘമായ കോളുകൾ അതിൽ കാണിക്കുന്നു. താൻ വിളിച്ചതല്ലാത്തതിനാൽ ഈ കോളുകൾ ആരാണ് ചെയ്തത് എന്നുമായി രൂക്ഷമായി ചോദിച്ചു. അവൾക്ക് ആ നമ്പർ അറിയുക പോലുമില്ല. എന്നാൽ താനും ആ കോളുകൾ ചെയ്തിട്ടില്ല എന്ന് മുത്തശ്ശി ശാന്തമായി മറുപടി നൽകി. അപ്പോൾ ഇത് മായ തന്നെയായിരിക്കണം. ആ ഒറ്റ മറുപടി മായയുടെ ഉള്ളിലെ എന്തോ ഒന്നിനെ തകർത്തു കളഞ്ഞു. അവളൊരു സാധാരണ കുടുംബത്തിലെ പാവം പെൺകുട്ടിയാണ്. ഫോൺ കോളുകൾക്കായി അവൾ എന്തിനിത്രയധികം പണം ചിലവഴിക്കണം? തർക്കം രൂക്ഷമായി. മുത്തശ്ശിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും നിരാശയോടെ ഒരേ ഒരു കാര്യം മാത്രം ആവർത്തിക്കുകയും ചെയ്തു. താൻ കോളുകൾ ചെയ്തിട്ടില്ല. തുടർന്ന് ദേഷ്യത്തോടെ മായയോട് വീട് വിട്ടിറങ്ങാൻ അവർ ആവശ്യപ്പെട്ടു. അടുത്ത വർഷം മാസം 500 yen നൽകാൻ കഴിയുന്ന ഒരാൾക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കും എന്നവർ പറഞ്ഞു. നിന്നെ ഇനി ഇവിടെ ആവശ്യമില്ല. എനിക്ക് നിന്റെ പണവും വേണ്ട. ഇറങ്ങിപ്പോ. അത് കേട്ട് മായയുടെ കണ്ണുകൾ നിറഞ്ഞു. കൂടുതലൊന്നും പറയാതെ അവള് വീട് വിട്ടിറങ്ങി.
തുടങ്ങി. ദേഷ്യത്തിലും ആശയക്കുഴപ്പത്തിലും മായ ശ്രദ്ധയോടെ ഉണ്ടാക്കിയ എല്ലാ പുതുവത്സര അലങ്കാരങ്ങളും മുത്തശ്ശി നശിപ്പിച്ചു കളഞ്ഞു. ഒരു കാലത്ത് ഊഷ്മളമായിരുന്ന ആ മുറ്റം വീണ്ടും പതുക്കെ ശൂന്യമായി. എന്നാൽ അധികം വൈകാതെ മുത്തശ്ശി ആ സത്യമറിയുകയും അവർ തികച്ചും നാണക്കേടിൽ ആണ്ടുപോവുകയും ചെയ്തു. ആ കോളുകൾ ചെയ്തത് അവരുടെ പേരക്കുട്ടി ലിയോ ആയിരുന്നു. ലിയോ തന്റെ കാമുകിയെ വിളിച്ചതാണ്. അതൊരിക്കലും മായയായിരുന്നില്ല. മായയെ അങ്ങനെ അവിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്ന് ലിയോ അവരോട് വളരെ നിസ്സാരമായി പറഞ്ഞു. അവൻ ആരോടാണ് സംസാരിച്ചതെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോ ലിയോ കൃത്യമായി മറുപടി നൽകിയില്ല. അവൻ ബില്ലുമടച്ച് നടന്നുപോയി. അധികം വൈകാതെ പുതിയ വാടകക്കാർ മുത്തശ്ശിയെ കാണാൻ വീണ്ടും എത്തി. എന്നാൽ ഇത്തവണ മുത്തശ്ശി വാതിൽ തുറന്നില്ല. അവരെ കാണാൻ മുത്തശ്ശി കൂട്ടാക്കുന്നുമില്ല. ആദ്യമായി അവർ തന്റെ തെറ്റ് സത്യസന്ധമായി തിരിച്ചറിഞ്ഞു. വാർദ്ധക്യത്തിൽ ചെറിയ കാര്യങ്ങളിൽ ദേഷ്യപ്പെടുന്നത് ഏകാന്തതയിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് അവർ മനസ്സിലാക്കി. അവരുടെ അയൽക്കാരനായ സുഹൃത്ത് അവരോട് മൃദുവായി പറഞ്ഞു, ആളുകളെ ഇങ്ങനെ അകറ്റി നിർത്തിയാൽ നിങ്ങൾ എന്നേക്കും ഒറ്റയ്ക്കായി പോകും. അദ്ദേഹത്തിന്റെ സഹായത്തോടെ മുത്തശ്ശി അലങ്കാരങ്ങൾ സാവധാനം വീണ്ടും നന്നാക്കി. തുടർന്ന് മായ തിരിച്ചെത്തുന്നതും കാത്ത് അവർ മുറ്റത്തിരുന്നു. എന്നാൽ ദിവസം മുഴുവൻ കടന്നുപോയിട്ടും മായ തിരിച്ചു വന്നില്ല. അന്ന് രാത്രി പുതുവത്സര ആഘോഷത്തിനായി അവരുടെ സുഹൃത്ത് അവർക്കിഷ്ടപ്പെട്ട മീൻ കൊണ്ടുവന്നു. എന്നാൽ മുത്തശ്ശിക്ക് അത് കഴിക്കാൻ കഴിയുന്നില്ല. അവർക്ക് വളരെയധികം കുറ്റബോധം തോന്നി. എവിടെയായിരിക്കും ആ പെൺകുട്ടി ഇന്ന് രാത്രി ചിലവഴിക്കുന്നത് എന്ന് ചിന്തിച്ച് അവർ മായയുടെ ഒഴിഞ്ഞ മുറിയിലേക്ക് നിശബ്ദമായി നോക്കിക്കൊണ്ടിരുന്നു. മറ്റെല്ലാവരും ആഘോഷിക്കുമ്പോൾ അവളിപ്പോഴും താമസിക്കാൻ മറ്റൊരു സ്ഥലം തിരയുകയായിരിക്കാം. ഇതെല്ലാം എന്റെ കാരണം കൊണ്ടാണ് മുത്തശ്ശി സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. വളരെ വൈകി രാത്രിയിൽ മായൊടുവിൽ തിരിച്ചെത്തി. അവൾ നിശബ്ദമായി തന്റെ മുറിയിലേക്ക് പോയി. മുത്തശ്ശി അവളുടെ ശ്രദ്ധയാകർഷിക്കാൻ തന്റെ ഊന്നുവടി കൊണ്ട് നിലത്ത് തട്ടാൻ തുടങ്ങി. എന്നാൽ മായ പ്രതികരിക്കാൻ വിസമ്മതിച്ചു. അവൾ അവിടെ ഉള്ളിൽ തന്നെ തുടർന്നു. അതിനാൽ മുത്തശ്ശി അവളുടെ വാതിലിന് നേരെ നടന്നു ചെന്ന് വടികൊണ്ട് വീണ്ടും വീണ്ടും മുട്ടി. ഒടുവിൽ മായയ്ക്ക് പുറത്തു വരാതെ തരമില്ലെന്നായി. പിന്നീട് അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവർക്കിടയിലെ മൗനം മാറിയിരിക്കുന്നു. പിന്നാലെ കാലാവസ്ഥ മാറാൻ തുടങ്ങി. തണുപ്പുകാലം പതുക്കെ മാഞ്ഞുപോവുകയും ദിനചര്യകളിൽ മൃദുവായ ഊഷ്മളത കൂടുതൽ നിറയാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു ക്യാമറ റെക്കോർഡറുമായി മായ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് ഓടിയെത്തി. തുടർന്ന് ക്യാമറയിൽ അവരെ ചിത്രീകരിക്കാൻ തുടങ്ങി. പ്രായമായവരുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാൻ മായയ്ക്ക് കോളേജിൽ നിന്നൊരു അസൈൻമെന്റ് ലഭിച്ചതായിരുന്നു അത്. ഓരോ ഘട്ടമായി അവൾ മുത്തശ്ശിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, മുത്തശ്ശി അതെല്ലാം അനുസരിക്കുന്നു. മായ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. തുടർന്ന് അവൾ മൃദുവായി ചോദിച്ചു, ഒരു ദിവസത്തിൽ നിങ്ങൾ വേറെ എന്താ ചെയ്യുന്നത്? മുത്തശ്ശി ഒരു നിമിഷം നിശബ്ദയായി. പിന്നെ അവർ സത്യസന്ധമായി സംസാരിച്ചു. രാവിലെ ഞാൻ ഉണരും, വീട് വൃത്തിയാക്കും, കുറച്ച് കഴിക്കും, വീണ്ടും ഉറങ്ങും, മരുന്ന് കഴിക്കും, വീണ്ടും ഉറങ്ങും. അങ്ങനെയാണ് എന്റെ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ എനിക്ക് വല്ലാതെ വിരസത തോന്നും. അങ്ങനെ സംഭവിക്കുമ്പോ വഴിതെറ്റിയാണെങ്കിലും ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. എന്റെ വാതിലിൽ ആരെങ്കിലും മുട്ടാനോ, ഒരു തെറ്റായ ഫോൺ കോൾ വരാനോ, അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കുന്നയാൾ എന്റെ വീട്ടിൽ വരാനോ, മറ്റൊരു മനുഷ്യനെ കാണാനോ ഒക്കെ ഞാൻ ആഗ്രഹിക്കും. അതൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാമല്ലോ. വാർദ്ധക്യത്തിൽ എനിക്കാകെ അത്രയേ വേണ്ടൂ. കൂടുതലൊരു ആഗ്രഹവുമില്ല, കൂടുതലൊന്നും തന്നെയില്ല. ഇത് കേട്ട് മായ വാതിലിനടുത്തേക്ക് നോക്കി. മുത്തശ്ശി എത്രത്തോളം ഏകാന്തത അനുഭവിക്കുന്നുണ്ട് എന്നവൾ തിരിച്ചറിഞ്ഞു. സാവധാനം അവൾ അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. ചെറുപ്പത്തിൽ മുത്തശ്ശി പബ്ലിക് സെക്യൂരിറ്റി ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവർ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. വിരമിച്ച ശേഷം അവർ വീടിന് മുന്നിലിരുന്ന് ഒരു നിശബ്ദ കാവൽക്കാരിയെപ്പോലെ പ്രദേശം മുഴുവൻ നിരീക്ഷിക്കുമായിരുന്നു. പിന്നീട് മായ അവരെ ആ പഴയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തന്റെ ഷൂട്ടിംഗ് തുടർന്നു. ആ നിമിഷം മുത്തശ്ശിയുടെ പഴയ സുഹൃത്തെത്തി. ഏതാണ്ട് 55 വർഷമായി അവർക്കറിയാവുന്ന അയൽക്കാരൻ. മായ രണ്ടുപേരെയും റെക്കോർഡ് ചെയ്തു. തങ്ങൾക്ക് അരനൂറ്റാണ്ടിലേറെയായി പരസ്പരം അറിയാമെന്ന് പറഞ്ഞ് ആ സുഹൃത്ത് പുഞ്ചിരിച്ചു. അവർ മുത്തശ്ശിയെക്കുറിച്ച് ഊഷ്മളമായി സംസാരിച്ചു. ഇവളൊരു ധീര വനിതയായിരുന്നു. ചൈനീസ് സൈന്യത്തിൽ പോലും ഇവള് ജോലി ചെയ്തിട്ടുണ്ട്. ഇവൾക്ക് കുതിരസവാരി നടത്താനും തോക്കുകൾ കൈകാര്യം ചെയ്യാനും അറിയാമായിരുന്നു. യുദ്ധകാലത്ത് ഇവള് നിരവധി ജീവനുകൾ രക്ഷിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളില് ഇവളുടെ ഭർത്താവ് മരിച്ചു. അതിനുശേഷം അവള് വീണ്ടും വിവാഹം കഴിച്ചില്ല. ഒരിക്കല് തെരുവിൽ നിന്നൊരു പെൺകുട്ടി അവള് ദത്തെടുത്തതാ. എന്നാൽ ആ പെൺകുട്ടി വിവാഹിതയായ ശേഷം
അവളുടെ ജീവിതത്തിൽ തിരക്കിലാവുകയും മുത്തശ്ശിയെ സന്ദർശിക്കുന്നത് പൂർണ്ണമായും നിർത്തുകയും ചെയ്തു. ഇവളെ അന്വേഷിക്കാൻ അവൾ ഒരിക്കൽ പോലും തിരികെ വന്നിട്ട് പോലുമില്ല. കൂട്ടുകാരിയുടെ വാക്കുകൾ കൃത്യമായി മായ ക്യാമറയിൽ പകർത്തി. ഇപ്പോൾ വയസ്സായി ഒറ്റയ്ക്ക് കഴിയുന്ന ഇതുപോലുള്ള ആളുകൾ പുറത്തുനിന്ന് നോക്കുമ്പോ പിടിവാശിക്കാരോ ദേഷ്യക്കാരോ ഒക്കെയായി തോന്നിയേക്കാം. എന്നാൽ ആ പെരുമാറ്റത്തിന് പിന്നിൽ വർഷങ്ങളുടെ വേദനയുണ്ട്. ഒരിക്കലും ഉണങ്ങാത്ത ആഴത്തിലുള്ള മുറിവുകളുണ്ട്. അതാണ് ഒരു വ്യക്തിയെ പതുക്കെ പതുക്കെ കഠിനഹൃദയാക്കി തീർക്കുന്നത്. സമയം കടന്നുപോകും തോറും മുത്തശ്ശിയും മായയും സാവധാനം അടുത്തു. മായ ഒരു കാലത്ത് വെറുമൊരു വാടകക്കാരിയായിരുന്നെങ്കിലും ഇപ്പോൾ അവൾ വീടിനുള്ളിൽ സ്വതന്ത്രമായി നടക്കുന്നു. മുത്തശ്ശിയുടെ ഫ്രിഡ്ജും കിടക്കയും പോലും ചോദിക്കാതെ ഉപയോഗിക്കുന്നു. മുത്തശ്ശി പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവളെ കളിയാക്കാറുണ്ട്. വിചിത്രമെന്ന് പറയട്ടെ, അവളെ ഈ രൂപത്തിലൊക്കെ കാണുന്നത് മുത്തശ്ശിയെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശി എപ്പോഴും അവളെ ശല്യപ്പെടുത്തുകയാണ് എന്നതിനർത്ഥമില്ല. ചിലപ്പോൾ അവർ അപ്രതീക്ഷിതമായി ദയ കാണിക്കും. അവൾക്ക് സുഖമില്ലാതായാൽ അവൾക്ക് സൂപ്പുണ്ടാക്കി കൊടുക്കും. രാവിലകളിൽ മായ ഉണരുന്നതിനായി മുത്തശ്ശി കാത്തിരിക്കും. അവൾ ഒരുപാട് സമയമുറങ്ങിയാൽ അവളെ ഉണർത്താൻ മുത്തശ്ശി വടികൊണ്ടുറക്കത്തട്ടും. മുത്തശ്ശിയുടെ മുറി എപ്പോഴും നല്ലൊരു കാലാവസ്ഥ നിലനിർത്തുന്നതിനാൽ വേനൽക്കാലത്ത് മായ കൂടുതൽ സമയവും അവിടായിരുന്നു ചിലവഴിച്ചിരുന്നത്. ഒരു ദിവസം മുത്തശ്ശിയുടെ കട്ടിലേക്ക് കിടക്കുമ്പോ ആ മുറിക്ക് ഒരു മാറ്റം വേണമെന്ന് മായയ്ക്ക് പെട്ടെന്ന് തോന്നി. അത് ഇതിനേക്കാൾ മനോഹരമായി കാണപ്പെട്ടേക്കാം. അങ്ങനെ അവൾ മുറി മുഴുവൻ രൂപകൽപ്പന ചെയ്തു. എന്നാൽ അത് കണ്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ടു. അവർ മരുന്ന് ഒരിടത്തും രേഖകൾ മറ്റൊരിടത്തും വസ്ത്രങ്ങൾ വേറൊരിടത്തുമായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ ക്രമീകരണത്തിന് ശേഷം മുത്തശ്ശിക്കൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അവർ മായയെ അതിന്റെ പേരിൽ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ നിരാശയോടെ മായ താൻ മാറ്റിയതൊക്കെ പഴയതുപോലെയാക്കി. എങ്കിലും അവൾ ഒരു ചെറിയ മാറ്റം നിലനിർത്തി. ഒന്നൊഴികെ ബാക്കി എല്ലാ പോസ്റ്ററും അവൾ നീക്കം ചെയ്തു. എന്നാൽ 2 ദിവസത്തിനു ശേഷം അതുപോലും നീക്കം ചെയ്യാൻ അവർ മായയോട് ആവശ്യപ്പെട്ടു. അതവരെ തുറച്ചു നോക്കുന്നതായി തോന്നുന്നു എന്നായിരുന്നു മുത്തശ്ശി പറഞ്ഞത്. ദേഷ്യത്തിൽ മായ അതും വലിച്ചു കീറി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കനത്ത മഴയിൽ കരഞ്ഞുകൊണ്ട് മായ മുറിയിലേക്ക് കടന്നു വന്നു. മുത്തശ്ശി ഉടൻ തന്നെ അത് ശ്രദ്ധിച്ചു. അവർ പുറത്തുപോയി മായയെ വീണ്ടും വീണ്ടും വിളിച്ചു. എന്നാൽ പ്രതികരണമൊന്നുമില്ല. അടുത്ത ദിവസം രാവിലെ മുത്തശ്ശി മായയുടെ മുറിയിൽ ചെന്ന് നോക്കുമ്പോ അവളുടെ നായ ഉള്ളിൽ ചുറ്റി നടക്കുന്നത് കണ്ടു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് മായ അതിനെ കൊണ്ടുവന്നത്. മായയ്ക്ക് സ്വന്തം ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവൾ ഒരു നായയെ സംരക്ഷിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. മുത്തശ്ശി ആ നായയെ പരിപാലിച്ചു. പല ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ മായ തിരിച്ചു വന്നിട്ടില്ല. സാവധാനം മുത്തശ്ശിയുടെ ഉത്കണ്ഠ വളരാൻ തുടങ്ങി. ഒരു ദിവസം മുൻവശത്തെ വാതിലിൽ ഒരു ചെറുപ്പക്കാരൻ നിശബ്ദനായിരിക്കുന്നത് മുത്തശ്ശി ശ്രദ്ധിച്ചു. അവൻ തളർന്നു പോയതുപോലെ കാണപ്പെടുന്നുണ്ട്. അവനോട് ചോദിച്ചപ്പോ അവൻ മായയുടെ കാമുകനാണ് എന്ന കാര്യം അവർ മനസ്സിലാക്കി. എന്താ സംഭവിച്ചതെന്നും അവനെന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്, അവനും മായും തമ്മിൽ പ്രശ്നമുണ്ടായോ എന്നും മുത്തശ്ശി ചോദിച്ചു. എന്നാൽ അവൻ കൃത്യമായി മറുപടി നൽകിയില്ല. പകരം ഫോൺ ഉപയോഗിക്കാമോ എന്ന് അവൻ ചോദിച്ചു. മുത്തശ്ശി അനുവാദം നൽകി. അവൻ അവിടെ നിന്ന് മായയെ വിളിച്ച് മാപ്പ് ചോദിച്ചു. തിരികെ വരാൻ ആവശ്യപ്പെട്ടു. അന്ന് മായ കരഞ്ഞോണ്ടിറങ്ങിപ്പോയത് അവനുമായുള്ള വഴക്ക് കാരണമായിരുന്നു. അടുത്ത ദിവസം കയ്യിലൊരു ബാഗുമായി മായ തിരിച്ചെത്തി. അവളെ വീണ്ടും കണ്ടതിൽ മുത്തശ്ശിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ അതേസമയം പറയാതെ പോയതിൽ അവർക്ക് ദേഷ്യവുമുണ്ട്. മുത്തശ്ശി അവളെ മൃദുവായി വഴക്ക് പറഞ്ഞു. കുറഞ്ഞപക്ഷം അവളോട് വിവരം അറിയിക്കാമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. അവൾ മുത്തശ്ശിക്ക് വേണ്ടി ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ല. മുത്തശ്ശി വളരെയധികം വിഷമിച്ചിരുന്നു. തുടർന്ന് അവർ കാമുകന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. അവനിവിടെ വന്നിരുന്ന കാര്യവും കാത്തിരുന്ന ശേഷമാണ് മടങ്ങിപ്പോയതെന്നും നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നും മുത്തശ്ശി കൂട്ടിച്ചേർത്തു. അപ്പോഴേക്കും മുത്തശ്ശി മായയെ ഒരു കുടുംബാംഗത്തെ പോലെ അടുത്തയൊരാളായി കാണാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് അവളുടെ പെട്ടെന്നുള്ള കാണാതാകൽ അവരെ വേദനിപ്പിച്ചത്. എന്നാൽ മായ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ കട്ടിലിൽ കിടന്ന് നിശബ്ദമായി ഒക്കെയും കേട്ടു. ഒരു പ്രതികരണവുമില്ല. പിന്നെയും കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മായ മുത്തശ്ശിയുടെ അടുക്കൽ വന്നു. തന്റെ പേരക്കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറഞ്ഞു. എന്നാൽ താൻ ആ തീയതി മറന്നുപോയേക്കാം എന്ന് മുത്തശ്ശി കൂട്ടിച്ചേർത്തു. ഡയറിയിൽ അത് കുറിച്ചു വെക്കാൻ അവർ മായയോട് ആവശ്യപ്പെട്ടു. സാവധാനം ജീവിതം മുന്നോട്ട് തുടർന്നു. അവരുടെ ബന്ധം ആഴത്തിലുള്ളതാവുകയും ചെയ്തു. മായ മുത്തശ്ശിയെ മുമ്പത്തേക്കാൾ കൂടുതൽ പരിചരിക്കാൻ തുടങ്ങി. അവരെ കുളിപ്പിച്ചു, മുടി കഴുകി, മസാജ് ചെയ്തു. ഇപ്പോൾ അത് വീട്ടുടമയും വാടകക്കാരിയും പോലെ തോന്നുന്നേയില്ല. അത് ഏറെ വ്യത്യസ്തമായിരുന്നു. മായ മുത്തശ്ശിയുടെ അടുക്കള പോലും ഉപയോഗിക്കാൻ തുടങ്ങി. അവളുടെ പാചകം രുചിച്ച ശേഷം മുത്തശ്ശി അവളെ പുകഴ്ത്തുകയും ഇനി മുതൽ അടുക്കള ശരിയായി ഉപയോഗിക്കണം എന്ന് പറയുകയും ചെയ്തു. മുത്തശ്ശി പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കോളാം, ഒന്നിച്ച് പാചകം ചെയ്ത് അവർക്ക് കഴിക്കുകയും ചെയ്യാം.
ചെയ്യാം. എന്നാൽ മായ പ്രതികരിച്ചില്ല. മുമ്പത്തെ പോലെയൊന്നുമല്ല. അവളിപ്പോൾ തർക്കിക്കാറില്ല, മുത്തശ്ശിയെ കളിയാക്കാറില്ല, പ്രതികരിക്കാറുമില്ല. അവൾ ഉള്ളിലെന്തോ സങ്കടം പേറുന്നു എന്ന കാര്യം വ്യക്തമാണ്. പിന്നീട് വസന്തകാലം എത്തി. മായ മറച്ചുവെച്ച കാര്യം സാവധാനം പുറത്തു വന്നു. വാടകമുറി ഉപേക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു. അവൾ മാറുകയാണ്. അവളും കാമുകനും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവരൊരു പുതിയ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. പോകുന്നതിനു മുമ്പ് മായ ജനലിലൂടെ മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി മറുവശത്തേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. മായ ഒരു നിമിഷം അവിടെ നിന്നു. എന്നാൽ അവളൊന്നും പറയുന്നില്ല. യാത്ര പറയാനുള്ള ധൈര്യം കിട്ടാത്തതിനാൽ അവൾ നിശബ്ദയായി ഇറങ്ങിപ്പോന്നു. വിടപറച്ചിലുകളില്ല, വാക്കുകളില്ല, മൗനം മാത്രം. ഒരു കാലത്ത് തർക്കങ്ങൾക്കും ചിരികൾക്കും ചെറിയ ഊഷ്മള നിമിഷങ്ങൾക്കും സ്വന്തമായിരുന്ന വീട് വീണ്ടും നിശ്ചലമായി. ഒരു ദിവസം ഉപേക്ഷിച്ചു പോയ എന്തോ ഒന്നെടുക്കാൻ മായ വീണ്ടും വീട്ടിലേക്ക് വന്നു. അവളെ കണ്ട മുത്തശ്ശി വേഗത്തിൽ അവൾക്കടുത്തേക്ക് നടന്നു. ഒരു നിമിഷത്തേക്ക് മായ വീണ്ടും താമസിക്കാൻ തിരിച്ചെത്തിയതാകാം എന്നവർ കരുതി. എന്നാൽ മുറിയിൽ കടക്കുമ്പോ മായ ബാക്കി സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് കണ്ട് അവർ വല്ലാതായി. അവരുടെ മുഖം മാറി. ഭാരമുള്ള ഹൃദയത്തോടെ അവർ ചോദിച്ചു, അപ്പോ നീ ശരിക്കും എല്ലാം എടുത്തു പോവുകയാണോ? മായ മൃദുവായി മറുപടി നൽകി, ഉവ്വ്, എനിക്കൊരു പുതിയ സ്ഥലം കിട്ടി. ഇത് കേട്ട് മുത്തശ്ശി നിശബ്ദയായി. മുത്തശ്ശിയൊന്നും പറയുന്നില്ല. എന്നാൽ അവരുടെ കണ്ണുകൾ എല്ലാം സംസാരിക്കുന്നുണ്ട്. അവ കണ്ണീരാൽ നിറഞ്ഞിരിക്കുന്നു. ദയവായി പോകരുത്, ഇവിടെ നിൽക്കൂ. മുത്തശ്ശിയുടെ കണ്ണുകൾ അലറി വിളിക്കുന്നുണ്ട്. മായ പോയ ശേഷം മുത്തശ്ശി ദിവസങ്ങൾ തനിച്ചു ചിലവഴിച്ചു. വീടിനുള്ളിൽ എവിടെയൊക്കെയോ ഇരുന്നു. അവർ ശരിയായി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. മിക്ക കാര്യങ്ങളും ചെയ്യുന്നത് അവർ അവസാനിപ്പിച്ചു. മായയെക്കുറിച്ച് ചിന്തിക്കുക മാത്രമാണ് അവരിപ്പോൾ ചെയ്യുന്നത്. സാവധാനം അവരുടെ ആരോഗ്യം മോശമാവാൻ തുടങ്ങി. ഇതിനിടയിൽ മായ മുത്തശ്ശിയുടെ അവസ്ഥയെക്കുറിച്ച് അറിയുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്ന വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയെത്തുകയും ചെയ്തു. എന്നാൽ അവിടെത്തുമ്പോ അവളെ ഞെട്ടിപ്പോയി. കേവലം ഒരു മാസത്തിനുള്ളിൽ മുത്തശ്ശി വളരെ ദുർബലയായി ക്ഷീണിതയായി മാറിയിരിക്കുന്നു. അവർ മായയെ തന്നെ തുറച്ചു നോക്കുന്നു. അവരുടെ വിറയ്ക്കുന്ന കൈകൾ, വിറയ്ക്കുന്ന ചുണ്ടുകൾ അവയെന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വാക്കുകൾ പുറത്തു വരുന്നില്ല. മായ പോയ ശേഷം മുത്തശ്ശി എല്ലാവരോടും സംസാരിക്കുന്നത് നിർത്തിയെന്ന് മുത്തശ്ശിയുടെ സുഹൃത്ത് മായയോട് പറഞ്ഞു. അവരെ ഇപ്പോൾ അവരുടെ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഒടുവിൽ ആശുപത്രിയിൽ നിന്നും മുത്തശ്ശിയെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുമ്പോ മായയുടെ കൈകളിൽ പിടിച്ച് മുത്തശ്ശി വല്ലാതെ കരഞ്ഞു. സ്വന്തം കുടുംബത്തിലെ ആരോടും അവർ ഇത്രയ്ക്കും അടുത്തിരുന്നില്ല. എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കാലത്ത് അപരിചിതയായിരുന്ന ആ ഒരു പെൺകുട്ടിയുമായി അവർ ആഴത്തിൽ അടുത്തു കഴിഞ്ഞു. മുത്തശ്ശി പോയ ശേഷം അവരുടെ സുഹൃത്ത് പറഞ്ഞു, 55 വർഷം ഒന്നിച്ച് ചെലവഴിച്ചെങ്കിലും ഇനി ഒരുപക്ഷെ ഞാൻ എന്റെ ഈ കൂട്ടുകാരിയെ കണ്ടേക്കില്ല. അവളിനി ഇങ്ങോട്ടേക്ക് തിരികെ വരില്ല. പേരക്കുട്ടിയുടെ കല്യാണത്തിന് ശേഷം കൊച്ചുമക്കൾക്ക് സമാധാനമായി ജീവിക്കാൻ താൻ ഈ വീട് വിടും എന്നവർ പറഞ്ഞിരുന്നു. ഒരു വൃദ്ധസദനത്തിലേക്ക് മാറാനായിരുന്നു അവരുടെ പദ്ധതി. 6 മാസക്കാലം കടന്നുപോയി. ഒരു ദിവസം മുത്തശ്ശിയുടെ അവസ്ഥ ഗുരുതരമായതായി മായ അറിഞ്ഞു. അവർ ആശുപത്രിയിലാണ്. മായ ഉടൻ തന്നെ അവിടെ എത്തി. മുത്തശ്ശി അവളെ കാണുന്ന നിമിഷം സാവധാനം എഴുന്നേറ്റിരുന്ന് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഈ നിമിഷത്തിനായി മാത്രം കാത്തിരുന്ന പോലെ അവർ തുറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അവരുടെ ശരീരം ഇപ്പോൾ വളരെയധികം ദുർബലമാണ്. മരുന്നുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ മായ ഒരുപാട് മരുന്നുകൾ കൊണ്ടുവന്നു. എന്നാൽ അതെല്ലാം വളരെ വൈകിപ്പോയിരുന്നു. മായയെ കണ്ടപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. അവർ അത് വീണ്ടും വീണ്ടും തുടച്ചു. തിരികെ പോകുന്ന വഴിയിൽ കാറിനുള്ളിലിരുന്ന മായയ്ക്ക് സ്വയം മടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുനീരും വീഴാൻ തുടങ്ങി. അന്ന് വീട് വിട്ടിറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് ചിന്തിച്ച് മുത്തശ്ശിയുടെ അവസ്ഥയ്ക്ക് അവൾ സ്വയം പഴിച്ചു. ഈ ആഴത്തിലുള്ള ദുഃഖവും പേറി അവൾ ബീജിംഗിലേക്ക് മടങ്ങി. ആ യാത്രയിലാണ് ഒരു ഫോൺ കോൾ വന്നത്. പെട്ടെന്നുമായ സ്തബ്ധയായി. ആളുകളുടെ ബഹളമോ ട്രാഫിക്കിന്റെ ശബ്ദമോ ഒന്നും തന്നെ അവളുടെ കാതുകളിൽ എത്തിയില്ല. ചുറ്റും നിശബ്ദമായി മാറി. അവൾ സാവധാനം റോഡരികിലിരുന്നു. മുത്തശ്ശി ഈ ലോകം വിട്ടേ പോയിരിക്കുന്നു. ഈ ലോകം വെടിയുന്നതിനു മുമ്പ് മായയെ അവസാനമായി ഒരു തവണ കാണാനും അവൾക്കൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനും മുത്തശ്ശി അവസാനമായി ആഗ്രഹിച്ചിരിക്കണം. ആ ആഗ്രഹം എന്തായാലും സഫലമായി. അവസാനമായി ഒരു തവണ കൂടി മായ ആ പഴയ വീട്ടിലേക്ക് മടങ്ങി. അവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മുത്തശ്ശി ഇരിക്കാറുണ്ടായിരുന്ന മുറ്റം, മുത്തശ്ശി അവളെ വഴക്ക് പറയാറുള്ള, അവളോടൊപ്പം ചിരിക്കാറുള്ള, നിശബ്ദമായി നിരീക്ഷിക്കാറുള്ള ആ സ്ഥലം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടം ജീവസുറ്റതായിരുന്നു. ഇപ്പോൾ എല്ലാം നിശബ്ദം, ശൂന്യം. സമയം തന്നെ നിലച്ചുപോയതുപോലെ ആ പഴയ വീടിന്റെ അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ അവരുടെ കഥ നിശബ്ദമായി അവസാനിക്കുന്നു.
ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.